എന്താ? എന്ത് വേണം? അയ്യോ, ഞാൻ കിടാവിന്റെ പേരാണ് വിളിച്ചത്. ഓ, ഞാൻ വിചാരിച്ചു എന്നെയാണ് വിളിച്ചതെന്ന്. ഓടുന്ന ഓട്ടം കണ്ടോ? മഹാകുസൃതിയാണ്. വേണ്ട വേണ്ട, ഞാൻ പിടിച്ചു തരാം. ചേച്ചി ചേച്ചി, രാധാകൃഷ്ണൻ ചേട്ടൻ വന്നിരിക്കുന്നു. ചേട്ടൻ വന്നിട്ടുണ്ടോ? ആ, എന്റെ പിറന്നാളുണ്ണ ഓടി എത്തിയതായിരിക്കും. ഗീതി, ഗോപിയത്തെ കിടാവിനെ പിടിച്ചോണ്ട് വരുമ്പോ അതിനെ മേടിച്ച് തൊഴുത്തു കൊണ്ടേ കെട്ടിയേ. ആ, ഏതായാലും കൃത്യമായിട്ട് കുഞ്ഞ് സമയത്ത് തന്നെ വന്നു കളഞ്ഞല്ലോ. അടുത്തവണ വരുമ്പോ എനിക്ക് ഇതുപോലെ കുപ്പായം മാറ്റോണ്ട് വന്നു. ചേട്ടാ, ചേട്ടൻ വന്നെന്ന് ഗീത പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. ഗീതയിലെ 12ാം ശ്ലോകത്തിൽ എഴുതിയിട്ടുണ്ട്, പരിത്രാണായ രാധിക വിനാശായ ജ്യേഷ്ഠത തക്ക സമയത്ത്. മതി മതി മതി, കുറിപ്പേട്ട കളിയാക്കൊന്നും വേണ്ട. ആട്ടെ, ചേട്ടനെന്ന് എന്നെ പിറന്നാളാണെന്ന് എങ്ങനെ അറിഞ്ഞു? പട്ടണത്തിൽ പഞ്ചാംഗം കിട്ടുമോ? പട്ടണത്തിൽ പഞ്ചാംഗം കിട്ടുമോ? അത് അവിടെ ചുറ്റും ചില അമർത്തിയാ മതി. ഗ്രഹനില വരെ ഇങ്ങനെ ചെവരിൽ വന്നങ്ങ് തെളിഞ്ഞു നിൽക്കും. കുഞ്ഞ് കിണ്ണാരോ ചോദിക്കാതെ ഇദ്ദേഹത്തിന് വിളിച്ചോണ്ട് ചോറ് കൊടുത്താട്ടെ. ചേട്ടൻ കുളിച്ചോ? അയ്യോ, ഭക്ഷണത്തിൽ കുളിയില്ല, ബാപ്പല്ല ഉള്ളൂ. ചേട്ടൻ കൈ കഴുകി വന്നാട്ടെ, ഞാൻ ചോറ് കളപ്പാ. അല്ലേ, സദ്യ ഉണ്ടാൻ വന്നാലും പിന്നെ ചിരിക്കാതെ ഒപ്പാരി വെച്ച് കരയണോ? സ്വന്തം പേരെ വന്നു ചതഞ്ഞു. വിരൽ എവിടെ കൊണ്ടുപോയിട്ടു? അത് താൻ അറിയേണ്ട കാര്യമൊന്നുമില്ല. താൻ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്താണ്. എന്റെ കൈ കൊണ്ട് ഉണ്ണാൻ വയ്യ. എന്റെ സദ്യയുടെ വീരം കൂടെ താനൊന്ന് ഉണ്ട് വരണം. അതിനെന്താ, ഇടത്തെ കൈ കൊണ്ട് ഉണ്ണാമല്ലോ. അയ്യോ, ഇടത്തെ കൈ ഞാൻ വേറെ ഒരു കാര്യത്തിൽ ഉപയോഗിച്ചോണ്ടിരിക്കുക. എന്താ ഇവിടെ ബഹളം? ആരാ ഇവരൊക്കെ? അയ്യോ, രാധേ കുഞ്ഞിന്റെ പൊന്നാസത്തേക്ക് പണികൃത്യം ക്ഷണിച്ചു വരുത്തിയിരിക്കുക. അച്ഛൻ ഈ പതിവൊന്നും ഇതുവരെ നിർത്തിയില്ലേ? ഇതെന്താ വീടോ അതോ അമ്പലത്തിലെ ഊട്ടുവര്? ആരെങ്കിലും ഒന്ന് വിളിക്കാൻ കാത്തിരിക്കുക. ചടഞ്ഞ് കെട്ടിങ്ങി പോരും. സദ്യ ഉണ്ടാൻ ചെലവൊന്നുമില്ലല്ലോ. നാട്ടുകാർക്ക് മുഴുവൻ വെച്ച് വിളമ്പി ഈ വീട്ടിലെ നെല്ല് മുഴുവൻ തീർക്കും. ബാക്കിയുള്ള 100 രൂപ കൂടുതൽ ചെലവാക്കിയാൽ മതി. വിമർശനമായി. നീ എപ്പോ വന്നു? ഞാൻ വന്നതേ ഉള്ളൂ. അടാ മോനെ, നിന്നെ ഞാൻ കോളേജിൽ അയച്ചത് ഡിഗ്രി കൂട്ടിച്ചേർത്ത് പേര് വലുതാക്കാനല്ല, നിന്റെ മനസ്സ് വലുതാക്കാനാണ്. അച്ഛാ, ഞാൻ പറഞ്ഞത് ബഹദിൽ കേട്ടവൻ. നിങ്ങൾ വരും. ആരും ധൃതി കൂട്ടണ്ട. ഈ 4 കൂട്ടം പ്രസവം കൂടെ ഉണ്ട്. ഗോപി ഏതുവരെ പഠിച്ചു? വലിയ പഠിപ്പൊന്നുമില്ല. SSLC പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അച്ഛൻ മരിച്ചു. അതോടുകൂടി എന്റെ പഠിപ്പും തീർന്നു. അധികം പഠിക്കാത്തത് തന്നെയാ നല്ലത്. ഇക്കാലത്ത് പഠിക്കും തോറും അവീതം കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. അയ്യോ, അങ്ങനെയല്ല. ഞാൻ എന്റെ അനുഭവം പറഞ്ഞതേ ഉള്ളൂ. മനുഷ്യരോട് മര്യാദയായിട്ട് പെരുമാറാൻ അറിഞ്ഞുകൂടാത്തവന്റെ പഠിത്തം കൊണ്ട് ആർക്കെന്താ പ്രയോജനം? രാധാകൃഷ്ണൻ പറഞ്ഞത് കേട്ടിട്ടാണോ അങ്ങ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അതെ, എന്റെ മകൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അവന് വേണ്ടി ഞാൻ നിങ്ങളോടെല്ലാം മാപ്പ് ചോദിക്കും. അതിന്റെ ആവശ്യമുണ്ടോ? അങ്ങല്ലേ ഞങ്ങൾ ഊണ് കഴിക്കാൻ ക്ഷണിച്ചത്, രാധാകൃഷ്ണൻ അല്ലല്ലോ. രാധാകൃഷ്ണന്റെ വാക്ക് കേട്ട് ഞങ്ങൾ ഇറങ്ങിപ്പോയാൽ അത് അങ്ങേ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? വിവരമില്ലാതെ ആ കുഞ്ഞ് ഏതാണ്ട് പറഞ്ഞെന്ന് വെച്ചാൽ വലിയ കാര്യമാക്കാനൊന്നുമില്ല. ഉണ്ടാവും. അച്ഛാ, എന്ത് ഭംഗിയുള്ള സ്ഥലം. പിന്നെ കൊതുക് മുട്ടയിടുന്നത് ഇവിടെയാ. അല്ലെങ്കിൽ ഈ അച്ഛന് നല്ല കാര്യം പറഞ്ഞാൽ ഒന്നും ഇഷ്ടപ്പെടത്തില്ല. എനിക്ക് ബുദ്ധിയുണ്ടടി. നല്ല ഒന്നാന്തര എയർ കണ്ടീഷൻ തിയേറ്ററിൽ കിടന്ന് ഉറങ്ങാൻ കഴിവുള്ളവൻ എന്തിനാ ഈ നാട്ടുമ്പുറത്തൊന്ന് കൊതുകടി കൊള്ളുന്നത്? ഇത് രാധേട്ടൻ ജനിച്ച സ്ഥലമല്ലേ? എന്ന് വെച്ച് ജീവിതകാലം മുഴുവൻ ഇവിടെ കഴിഞ്ഞു കൊടുക്കണം. എടീ, വിവാഹം കഴിഞ്ഞാൽ ഉടനെ അവന്റെ ഓഹരി തീർത്തിഞ്ഞു വാങ്ങിക്കണം. എന്നിട്ട് അത് വിൽക്കണം. എന്നിട്ട് ആ പണം കൊണ്ട് നാട്ടിൽ പോയി നല്ല ഒന്നാന്തര ഒരു എയർ കണ്ടീഷൻ തിയേറ്റർ കിട്ടണം. ഓ, എപ്പോഴും തിയേറ്ററിന്റെ വിചാരം. അയ്യോ, അത് നിനക്കറിയാൻ മേലേ. ഞാനും സിനിമാ തിയേറ്ററുമായി വൈകാരികമായൊരു ബന്ധമുണ്ട്. പണ്ട് പാതാള ഭൈരവി എന്ന് പറഞ്ഞ സിനിമ സെക്കൻഡ് ഷോന് എന്റെ അമ്മ കാണാൻ പോയപ്പോ തിയേറ്ററിൽ വെച്ചാണ് എന്നെ പ്രസവിക്കുന്നത്. മിക്കവാറും അവിടെ വെച്ച് തന്നെ ആയിരിക്കും എന്റെ മരണം. നന്നായി. ഒന്ന് നിക്കടെ, ഒരു കാര്യം ഒന്ന് ചോദിക്കാനുണ്ടായി. എന്താ? നമ്മുടെ ഈ രാജേന്ദ്ര പണിക്കർ എന്ന് പറയുന്ന ജന്മിയുണ്ടല്ലോ, അദ്ദേഹം എങ്ങനെയാ? എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഈ നാട്ടുകാർക്ക് ദൈവത്തെ പോലെയാ. സ്വഭാവത്തിന്റെ കാര്യമല്ല ഞാൻ ചോദിച്ചത്, സ്വത്തിന്റെ കാര്യമാണ്. സ്വഭാവം കുറെ മുറിച്ചിരുന്ന വയറിനറിയോ? ഈ കാണുന്ന നിലവും പുരയിടും ഒക്കെ അദ്ദേഹത്തിന്റെ വകയാ. അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ട്. വളരെ സന്തോഷം മോളെ, നിനക്ക് ബുദ്ധിയുണ്ടെന്ന് ഞാൻ ആദ്യമായി സമ്മതിക്കും. പണിക്കർ അദ്ദേഹത്തെ എങ്ങനെയാ പരിചയം? ഒരു പരിചയമില്ല. എന്റെ മകൾക്ക് അദ്ദേഹത്തിന്റെ മകനുമായാണ് പരിചയം. പരിചയം എന്ന് പറഞ്ഞാൽ ഒരു കാര്യമായ പരിചയമാണെന്ന് വിചാരിച്ചാട്ടെ.
ഓഹോ, അത് ശരി. ആ പരിചയമാണല്ലേ? അതെ. രാധാകൃഷ്ണൻ ജയൻ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞാൽ ഉടനെ ഞാൻ അവനെയും കൊണ്ട് അങ്ങ് പോകും. ഈ വെള്ളക്കുഴിയൊക്കെ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് നാട്ടിൽ നല്ല ഒന്നാം തരം എയർ കണ്ടീഷൻ തിയേറ്റർ പണി. പദ്ധതി കൊള്ളാം. അപ്പോ നിങ്ങൾ എവിടെയാ താമസം? ഞങ്ങൾ ഈ മുസാഫരി ബംഗ്ലാവില്. വിവാഹത്തിന്റെ എന്തെങ്കിലും ഒരു സമ്പ്രദായം ആവാതെ വീട്ടിൽ കയറി താമസിക്കുന്നത് ശരിയല്ലല്ലോ. അത് ശരിയാ. അപ്പൊ ഞാൻ വരട്ടെ. പിന്നെ ഞാൻ ഈ പറഞ്ഞ് മനസ്സിലേ ഇരിക്കാവൂ. ഈ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ നിസ്സാരമായ വിലക്ക് കൊടുക്കും. വാങ്ങിക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുവച്ചോ. ശരി ശരി കേട്ടോ. പാവളെ കുറിപ്പിട്ട കണ്ടോ ചേട്ടന്റെ പെട്ടിന്ന് കിട്ടിയ ഫോട്ടോ? ചിട്ടാ, ഇത് കണ്ടിട്ട് ഒരു സിനിമ നടിയ ലക്ഷണമുണ്ടല്ലോ. തന്നേക്കും, ഞാൻ പെട്ടി തന്നെ വെച്ചേക്കാം. പണിക്കരദ്ദേഹത്തിനെ ഒന്ന് കാണിക്കുന്നതല്ലയോ നല്ലത്? അയ്യോ, അച്ഛൻ അറിഞ്ഞു ചേട്ടൻ അറിഞ്ഞ എന്നെ കൊന്നുകളി. അത് തന്നെ, പണം മുടക്കുന്നവൻ ഇതൊന്ന് കണ്ടിരിക്കുന്നതാണല്ലോ. തന്നെയുമല്ല, ആ ഫോട്ടോയിൽ രണ്ടുപേരും കൂടെ നിൽക്കുന്ന നിൽപ്പിന്റെ ഘടന അനുസരിച്ച് ഇത് അധികം നാൾ ഒളിച്ചു വെക്കാനും ഒന്നും തോന്നുന്നില്ല. കുഞ്ഞു നടക്കുന്നു. ഇത് 200 രൂപയുണ്ട്. താൻ അവിടെ കൊണ്ട് കൊടുത്തേക്ക്. ഞാൻ വല്ലതും പറയണോ? പതുക്കെ പറയടൂ, അച്ഛനകത്തുണ്ട്. ഞാൻ വൈകിട്ട് വരുമെന്ന് പറ. ഇവിടെ വേണം. നീ എന്താ തനിച്ചു വന്നത്? ഭാര്യയെ കൊണ്ടുവന്നില്ലേ? ആര് പറഞ്ഞത് എന്റെ പെട്ടി തുറക്കാൻ? ഞാൻ പറഞ്ഞു. അനുവാദമില്ലാതെ മറ്റുള്ളവരുടെ പെട്ടി തുറക്കുന്ന മര്യാദയുടെ. ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് മര്യാദ കുറെ കുറവാ. മര്യാദക്കാരാ. ഏതാണ് ഈ ആട്ടക്കാരി? അവൾ ആട്ടക്കാരിയൊന്നുമല്ല, ഒരു വലിയ മനുഷ്യന്റെ മകൾ. നമ്മളെയൊക്കെ വലിയ കുടുംബത്തിലെ അംഗം. രാജവംശമായിരിക്കും. എനിക്കോ തോന്നായിരുന്നില്ല അങ്ങനെ. കളിയാക്കൊന്നും വേണ്ട, അവളുടെ വംശം വലുത് തന്നെയാണ്. അവളുടെ അച്ഛൻ ഫിലിം ബിസിനസ്സാണ്. ലക്ഷങ്ങൾ വാരി എറിയുന്ന മനുഷ്യൻ. മഴ വരുന്നോന്ന് മാനത്ത് നോക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല അവർക്ക്. പക്ഷെ ഇവളുടെ നിൽപ്പ് കണ്ടിട്ട് ഏതോ അലവലാതി പെണ്ണിന്റെ ലക്ഷണമാണ് ഞാൻ കാണുന്നത്. അയ്യോ, അത് അങ്ങനെ പ്രായക്കൂടുതലും തോന്നിക്കുന്നതാ. പരിഷ്കാരം എന്തെന്നറിയാത്ത നിങ്ങളോട് പറഞ്ഞിട്ടെന്താ പ്രയോജനം? ഇന്നലെ ഇവിടെ സൽക്കരിച്ചിരുത്തിയ ഗോപിയെപ്പോലുള്ള തെണ്ടിയെ അച്ഛൻ ബഹുമാനിക്കും. തെണ്ടിയോ? അവൻ തെണ്ടിയതാ. അധ്വാനിച്ച് ജീവിക്കുന്ന തണ്ടമുള്ള ആളാണവൻ. അച്ഛൻ പാടുപെട്ടുണ്ടാക്കുന്ന പണം കണ്ട പെണ്ണുങ്ങൾക്ക് വീതിച്ചു കൊടുക്കുന്ന നീയാണടാ തെണ്ടി. അവനെ അത്രയ്ക്ക് വലിയ കാര്യമാണെങ്കിൽ മോളെയും കല്യാണം കഴിച്ചു കൊടുത്തേക്കണം. എന്താ നീ പറഞ്ഞത്? ഒരിക്കൽ കൂടി പറ. പുന്നാര മോളെ അവന് കല്യാണം കഴിച്ചു കൊടുക്കാൻ. മോനെ, നീ പരിഹാസമായി പറഞ്ഞത് പരമാർത്ഥമായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ഈ ഒരൊറ്റ ഉപദേശം നീ എനിക്ക് തന്നതുകൊണ്ട് നീ എന്റെ മകനായി ജനിച്ചു പോയതിൽ എനിക്കുണ്ടായിരുന്ന ദുഃഖം മുഴുവനും തീർന്നടാ. നിന്റെ ഈ സഹോദരിയെ ഞാൻ ഗോപിക്ക് തന്നെ വിവാഹം ചെയ്ത് കൊടുത്തു. പപ്പടത്തിന് നല്ല വാസന. അല്ല, പണിക്കരത്തെയോ? വന്ന് കയറി നേരമായോ? ഞാൻ ഗോപയുടെ പാചകം അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കായിരുന്നു. നമുക്ക് അങ്ങോട്ടിരിക്കാം. ഗോപി നിൽക്കുന്നുണ്ട്, അങ്ങോട്ട് ഇരിക്കേ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ഞാൻ അങ്ങോട്ട് വന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. വീട്ടിലേക്കോ? അതെ, നമ്മുടെ മുസാഫരി ബംഗ്ലാവില് രണ്ടുപേരും വന്ന് താമസിക്കുന്നുണ്ട് എറണാകുളത്തും. ഒരു അച്ഛനും മകളും. അവൾക്ക് എന്ത് പറ്റി? ആ മനുഷ്യൻ എന്നോട് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചു. നമ്മുടെ രാധാകൃഷ്ണൻ അയാളുടെ മകളെ കല്യാണം കഴിക്കാൻ പോകുന്നുവെന്ന്. ഓഹോ, അപ്പോൾ അവരിവിടെ ഉണ്ടോ? എന്നിട്ട് അയാൾ പറഞ്ഞത് എനിക്ക് തീരെ രസിച്ചില്ല. കല്യാണം കഴിഞ്ഞാൽ ഉടനെ രാധാകൃഷ്ണന്റെ ഇവിടെയുള്ള വസ്തുക്കൾ വിൽക്കണമെന്ന് അയാൾ പറഞ്ഞു. അതിലെന്താ തെറ്റ്? അത് അയാളുടെ മോഹമായിരിക്കും. പക്ഷെ കഷ്ടകാലത്തിന് വസ്തുക്കളെല്ലാം എന്റെ പേർക്കായി പോയല്ലോ. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ഞാൻ ഇപ്പൊ വന്നത് മറ്റൊരു കാര്യം പറയാനാണ്. ഒരു വേലക്കാരനെ അയച്ചാൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. എല്ലാത്തിനും ജോലിക്കാരെ പറഞ്ഞേച്ചാ പറ്റുമോ? ഇക്കാര്യത്തിന് ഞാൻ തന്നെ നേരിട്ട് വരണം. ഗോപിയെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാണ് വന്നിരിക്കുന്നത്. പണിക്കരദ്ദേഹം അദ്ദേഹം എന്നല്ല, അമ്മാവനെന്നാണ് എന്നെ വിളിക്കേണ്ടത്. എന്റെ മകളെ നിനക്ക് വിവാഹം ചെയ്തു തരുവാൻ ഞാൻ തീരുമാനിച്ചു. അയ്യോ, അങ്ങ് എന്താണ് ഈ പറയുന്നത്? എന്താ? എന്റെ മകളെ നിനക്ക് ഇഷ്ടമില്ലേ? അവർക്ക് എന്താണൊരു കുറവ്? അവർക്ക് സൗന്ദര്യമില്ലേ? സൽസ്വഭാവമില്ലേ? അതുകൊണ്ടല്ല, രാധികയുടെ ഭർത്താവാകാൻ എനിക്കെന്ത് യോഗ്യതയാണുള്ളത്? നിനക്കെന്ത് യോഗ്യതയാണുള്ളതെന്ന്? ഈ ഹൃദയത്തിന്റെ നന്മ,
ഈ കൈവെള്ളയിലെ തഴമ്പ്, ഈ രണ്ട് യോഗ്യതകളും എനിക്കും എന്റെ മകൾക്കും ധാരാളം മതി. പണിക്കരദ്ദേഹം അദ്ദേഹമല്ല, അമ്മാവൻ. എലിയെ തോപ്പിച്ചില്ലം ചൂടരുത്. എന്നെ തോപ്പിക്കാൻ വേണ്ടി അച്ഛൻ രാധികയുടെ ജീവിതം നശിപ്പിക്കരുത്. ഞാൻ അവർ സഹോദരനാ. സഹോദരൻ എടാ, നിനക്കുന്ന ബന്ധത്തെ പറ്റി പറയാൻ പോലും അർഹതയില്ല. രാധിക എന്റെ മകളാണ്. എന്നെ അനുസരിക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന എന്റെ മകൾ. ഞാൻ അവർക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന പുരുഷൻ ആദർശവാനായ ഒരു മനുഷ്യനാണ്. അവനെ അവൾ ദൈവത്തെ പോലെ കരുതുന്ന എനിക്ക് വിശ്വാസമുണ്ട്. കേൾപ്പോരും കേൾവിയില്ലാത്ത അവനെ കൊണ്ട് രാധികയെ വിവാഹം കഴിപ്പിക്കാം. പക്ഷെ അന്തസ്സും ആഭിജാത്യമുള്ള പ്രഭാകരൻ പിള്ളയുടെ മകളെ എനിക്ക് വിവാഹം കഴിച്ചുകൂടാ. നല്ല ന്യായം. അന്തസ്സും ആഭിജാത്യവും എന്തോ നാടാ ഈ അന്തസ്? അന്തസ്സുള്ള ഏതെങ്കിലും ഒരു അച്ഛൻ മകളെയും തലയിലേറ്റിക്കൊണ്ട് ചെറുക്കന്റെ പിന്നാലെ നടക്കുമോടാ? കല്യാണത്തിന് സമ്മതവും കാത്ത് മുസാവരി ബംഗ്ലാവിൽ താമസിക്കുമോടാ? അവർ പട്ടണത്തിൽ കഴിയുന്നവരാണ്, അല്ലാതെ പട്ടിക്കാട്ട് ജീവിക്കുന്നവരല്ല. അത്ര വലിയ പട്ടണമൊന്നും എനിക്ക് വേണ്ട. കൊക്കിൽ ഒതുങ്ങുന്നത് കൊത്തിയാൽ മതി. എന്നാൽ എനിക്ക് വേണം. ഞാൻ ജയയെ തന്നെ വിവാഹം കഴിക്കും. എന്റെ മകനായിരുന്നു കൊണ്ട് നീ ആ പെണ്ണിനെ കല്യാണം കഴിക്കില്ല. ഓഹോ, എങ്കില് എനിക്ക് വരാനുള്ളെങ്കിൽ ഭാഗിച്ചു തന്നേക്ക്. നിനക്ക് വരാനുള്ളതോ? നിനക്ക് വരാനുള്ളത് അകത്തെ മുറിയിൽ കിടക്കുന്ന കുറെ വിഴുപ്പും നീ വലിച്ചെറിഞ്ഞ കുറെ ചെരുപ്പുകളുമാണ്. യഥാ ആരാണ് സാർ ഈ മനുഷ്യൻ പറയുന്നത്? സത്യമാണ് പോലും. എന്റെ മുഖത്ത് നോക്കാൻ പറയുന്നത് ഗംഭീരമായി. എടാ, കല്യാണത്തിന് 2 ദിവസത്തിന് മുമ്പേ ഇവിടെ വരണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞു. എന്നിട്ട് മുഹൂർത്തത്തിലാണല്ലോടാ നീ ഇവിടെ വന്ന് കയറിയത്. ഇവിടെ നിന്ന് എല്ലാം നോക്കിക്കണ്ട് ചെയ്യിക്കാൻ വേറെ ആരാടാ ഉള്ളത്? എടാ, ഉർവശി ശാപം ഉപകാരമായി എന്ന് പറഞ്ഞതുപോലെ ഞാൻ പെൻഷനായി. ദൈവാധീനം. ഇനി നീ എന്നോട് ഇറങ്ങി എന്ന് പറഞ്ഞാലും ഞാൻ പോകത്തില്ല. അങ്ങനെ പറ. പണിക്കരത്തിന്റെയും കളക്ടറേറ്റിന്റെയും എടാ പോടാന്നുള്ള വിളി കേട്ടാത്തൊന്നും പള്ളിക്കുടിച്ച് പഠിക്കുന്ന 10ഉം 14ഉം വയസ്സുള്ള 2 പിള്ളേർ തമ്മിൽ കളിക്കുവാണെന്ന്. അത് ഗോവിയുടെ കൊടുത്തു. കഴിഞ്ഞ പ്രാവശ്യം എന്റെ കയ്യിൽ നിന്ന് കപ്പ് സമ്മാനം വാങ്ങി. ഇപ്രാവശ്യം എന്റെ കയ്യിൽ നിന്ന് ഇതാ കല്യാണ സമ്മാനം വാങ്ങുന്നു. അടുത്ത പ്രാവശ്യം എന്താണാവോ? വരും.